എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ഹൊറർ സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെ. എന്നാൽ ഹൊറർ സിനിമകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഏതെങ്കിലുമൊക്കെ പ്രേതങ്ങളുടെ രൂപമായിരിക്കും. എന്നാൽ പ്രേതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ കേവലം ഒരു ഡെഡ് ബോഡി മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകനെ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും ഒക്കെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന ഒരു സിനിമയുണ്ട്, ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ. ഈ ഒരു സിനിമയെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ആൻഡ്രി ഓവർഡാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ക്ലാസിക് സ്റ്റൈൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ. മറ്റുള്ള ഹൊറർ ത്രില്ലർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള കഥ നടക്കുന്നത് ഒരു മോർച്ചറി അഥവാ ഓട്ടോപ്സി ലാബിനുള്ളിൽ വെച്ചിട്ടാണ്. പോസ്റ്റ്മോർട്ടം സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഒരു അച്ഛനും മകനും ഒരിക്കലും ഇവരുടെ ഓട്ടോപ്സി ലാബിലേക്ക് ഒരു അജ്ഞാതയായിട്ടുള്ള പെൺകുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് എത്തുകയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ വിലാസമോ പേരോ അവൾ താമസിക്കുന്ന സ്ഥലമോ അങ്ങനെ ഒരു വിധത്തിലുള്ള വിവരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നില്ല. ആ ഒരു മൃതശരീരം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് ജീവനുണ്ട് എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയധികം പുതുമയുള്ള ഒരു ഡെഡ് ബോഡി ആയിരുന്നു അതെന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ മരണ കാരണം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മുതലാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ കിളി പറത്തുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളും ടേണുകളുമാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഈ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളും വസ്തുക്കളും ഒക്കെ അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയാണ്. പിന്നീട് തുടർന്ന് ആ ഒരു ഓട്ടോപ്സി ലാബിനുള്ളിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും പിന്നീട് തുടർന്ന് വളരെയധികം ഹൊറിബിൾ ആയിട്ടുള്ള ഹൊറർ ആയിട്ടുള്ള മൂവ്മെന്റ്സ് സംഭവിക്കുകയും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ മരണമൊക്കെ സംഭവിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നിന്നിരുന്ന ആളുകൾക്ക് മനസ്സിലാവുകയാണ് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി അല്ല, ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു ഈവിൾ സ്പിരിറ്റ് ഈ ഒരു ബോഡിക്കുള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഇതോടുകൂടി അവർ ആ ഒരു ബോഡി നശിപ്പിക്കുന്നതിനായിട്ട് അതിനെ തീയിട്ട് നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ആ ഒരു ബോഡിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തില് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന, ഒരിക്കലും ഒരു ഡെഡ് ബോഡി, നോർമൽ ഡെഡ് ബോഡിക്ക് സാധ്യമല്ലാത്ത ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് തുടർന്ന് സിനിമയിൽ സംഭവിക്കുന്നത്. മറ്റുള്ള ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെയധികം ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഒരു ഹൊറർ സിനിമ കാണാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കാൻ കഴിയുന്ന ഒരു മികച്ച ഒരു ഹൊറർ എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു സിനിമയാണ് ദി ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോ എന്ന് പറയുന്നത്. സോ ഈ ഒരു സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു വോർത്ത് വാച്ച് ഐറ്റം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. സോ മറ്റൊരു അടിപൊളി സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, it's me Jaswin from Secret Book signing off.